അപകടത്തിന് മുൻപുള്ള ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് ഇപ്പോൾ അപകടത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ്. ഈ രണ്ട് വിൻഡോകളിൽ കാണുന്ന ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണുക. ഒന്ന് അപകടത്തിന് തൊട്ട് മുൻപ് ഉള്ള ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ. അത് ദുരിതാശ്വാസ ക്യാമ്പായി അടക്കം ആ സ്കൂൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപകടത്തിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെച്ച് കാണണം. അതാണ് ആ ദുരിതത്തിൻ്റെ വ്യാപ്തി നമ്മളെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് അത്. ഇത് തൊട്ടുപുറകിൽ കാണുന്ന മലയൊക്കെ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ കാണാം. മലയും മരങ്ങളുമൊക്കെ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു സ്ഥലം. അത് പൂർണ്ണമായും കുത്തിയൊലിച്ച് ഈ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ ദുരന്തമാണ്, എത്ര ആഴത്തിലുള്ള ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്. ഇത് അതീവ ദുഃഖകരമായ ഒരു സംഭവമായി മാറുന്നുണ്ട്. ഒരു സ്കൂൾ ഏതാണ്ട് പൂർണ്ണമായും തകരുന്ന പശ്ചാത്തലം, നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. ഒരുപാട് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്നു. ജിൻസ് ചേരുന്നുണ്ട്. ജിൻസ്, നമുക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടോ പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ടോ ഒക്കെ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിദാരുണമായ സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. നിലവിൽ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. നിരവധി മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും ഇപ്പോൾ ഓരോരോ രക്ഷാപ്രവർത്തകർ കൊണ്ടുവരുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ അതീവ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആളുകളെല്ലാം തന്നെ തടിച്ചുകൂടിയിരിക്കുകയാണ്. എന്തായാലും ഈ രക്ഷാപ്രവർത്തകർ ഇവിടെ വന്ന് ഈ മേഖലയിൽ കൂടുതലായും മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നേരത്തെ പെയ്ത ഒരു ജലനിരപ്പിനെക്കാട്ടും കൂടുതൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാ പ്രവർത്തനത്തെ അത് സാരമായി തന്നെ ബാധിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിലവിൽ NDRF സംഘവും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തുന്നത്. നിലവിൽ ആദ്യം ഈ അടുത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അഭയം പ്രാപിച്ച വീടിന് മുകളിൽ അഭയം പ്രാപിച്ച ആളുകളെ എല്ലാം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വീടുകളിലേക്ക് പോവുകയാണ് നിലവിൽ ചെയ്യുന്നത്. ഈ സുരക്ഷ അല്ലെങ്കിൽ ഈ രക്ഷാ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ ഈ മേഖലയിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതീവ മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന പാലവും വലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ മേഖലയിലേക്ക് പോകാനുള്ള ഒരു തടസ്സവും നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ചൂരൽമലയിൽ